ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു നടി തന്നെയാണ് ഉപ്പും മുളകിലെ നീലു അഥവാ നിഷ സാരംഗ് എന്ന് പറയുന്നത്. സിനിമയിലൂടെയാണ് നിഷ സാരംഗിനെ മലയാളികൾ പരിചയപ്പെടുന്നത്. എന്നാൽ നിഷ സാരംഗ് താരമാകുന്നതോ ടെലിവിഷനിലൂടെയാണ്, അതും ജനപ്രിയ പരമ്പരയായ ഉപ്പും മുളകിലൂടെ. മലയാളികളുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു നിഷ സാരംഗ്. ഒരുപക്ഷെ സ്വന്തം പേരിനേക്കാൾ നിഷ ഇന്ന് അറിയപ്പെടുന്നത് ഉപ്പും മുളകിലെ നീലു അമ്മ എന്ന പേരിലാവും. ഈ മലയാളികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഉപ്പുമുളക് എന്ന് പറയുന്നത് വെറും ഒരു സീറ്റ്കോം പരിപാടിയല്ല, മറിച്ച് തങ്ങളുടെ അയൽവക്കത്തുള്ള വീട് പോലെ പരിചിതവും അതുപോലെ പ്രിയപ്പെട്ടവരുമാണ്. അതുകൊണ്ട് തന്നെ പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളെയും അവർക്ക് അടുത്തറിയാം. അഭിനേതാക്കളായോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളായോ അല്ല, മറിച്ച് തങ്ങളിൽ ചിലരായിട്ടാണ് അവരെ മലയാളികൾ സ്നേഹിക്കുന്നത്. ഈ ഒരു ഉപ്പുമുളക് സീരിയലില് കയ്യടികൾക്കൊപ്പം തന്നെ പല വിവാദങ്ങളും ഉപ്പുമുളകില് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ജനപ്രീതിയോടെ തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു പരമ്പര. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നിഷ സാരംഗ് ഒരു അഭിമുഖത്തിലെ പുനർവിവാഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ചർച്ചയായി മാറിയതും. എന്നാൽ ഇപ്പോഴിതാ നിഷ സാരംഗിന്റെ പുതിയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. താൻ ഡബ്ബ് ചെയ്ത് സിനിമ കാണാൻ എത്തിയ നിഷയുടെ വീഡിയോ ആണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. വീഡിയോയിൽ നിഷയുടെ നെറ്റിയില് സിന്ദൂരവും കഴുത്തിലെ താലിയുമാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. നിരവധി പേരാണ് പിന്നാലെ നിഷ വിവാഹം കഴിച്ചോ എന്ന ചോദ്യവുമായിട്ട് എത്തിയിരിക്കുന്നത്. വീഡിയോയിലെ മാധ്യമ പ്രവർത്തകർ വിവാഹത്തെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട്. പുനർവിവാഹത്തെക്കുറിച്ച് പറയാനുണ്ടായ സാഹചര്യം എന്തെന്ന് നിഷയോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുമുണ്ട്. എന്നാൽ പതിവ് പോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിറയെ കമന്റ് ബോക്സുകൾ ചോദ്യങ്ങളുമായി എത്തി. വിവാഹം കഴിച്ചോ, അല്ലെങ്കിൽ വിവാഹം കഴിച്ചെന്ന് തോന്നുന്നു, കല്യാണം കഴിഞ്ഞോ, ഭർത്താവ് എവിടെ, വിവാഹം കഴിഞ്ഞ് നെറ്റിയിൽ സിന്ദൂരമുണ്ടല്ലോ എന്നിങ്ങനെ ചിലർ കമന്റ് ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഉപ്പുമുളക് പരമ്പരയിലേക്ക് തിരികെ വരണമെന്നും ആരാധകർ താരത്തോടായി അഭ്യർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു ഉപ്പുമുളകിലെ നിഷയ്ക്കൊപ്പം അഭിനയിക്കുന്ന നടന്മാരാണ് ബിജു സോപാനവും അതുപോലെ SP ശ്രീകുമാറും. ഇവർക്കെതിരെ ഒരു നടി പരാതി കൊടുത്ത കാര്യം നമ്മൾ അറിഞ്ഞിരുന്നല്ലോ. ഇരു നടന്മാരും ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് ഒരു നടിയുടെ പരാതിയിൽ പറഞ്ഞത്. എന്നാൽ ഇത് ആരാണെന്ന് വ്യക്തമല്ലാത്തത് കൊണ്ട് തന്നെ തുടർന്ന് നിഷയുടെ പേരും ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ നടി ഇനിയും തയ്യാറായിട്ടില്ല. 10ാം ക്ലാസ് കഴിഞ്ഞതിന് പിന്നാലെ വിവാഹിതയായ ആളാണ് നിഷ സാരംഗ്. ഈ ഒരു ബന്ധത്തിൽ 2 പെൺമക്കളും ജനിച്ചു. എന്നാൽ അധികം വൈകും മുൻപ് തന്നെ ഭർത്താവ് നടിയെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. അന്നു മുതൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു നിഷ. ജോലിക്ക് പോയും കഷ്ടപ്പെട്ടുമാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് നിഷ വളർന്നത്. ഇനി തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുമെന്ന് മക്കളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നടി പറയുന്നത്.